പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. കയ്യിലെ പ്രഗ്നൻസി റിപ്പോർട്ടിലേക്ക് നോക്കെ വരുണിന്റെ മുഖം ഇരുണ്ടു. ശരണ്യെ, നീ ഗർഭിണിയാണെന്ന വിവരം വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തന്റെ മുന്നിൽ നിൽക്കുന്ന ശരണ്യോട് വരുൺ ചോദിച്ചു. ഇല്ല വരുണേട്ടാ, ആദ്യം വരുണേട്ടനോട് പറയാമെന്ന് കരുതി. 2 ദിവസമായി ഒരു സംശയമുണ്ടായിരുന്നു, അതാ ഇന്നലെ പോയി ചെക്ക് ചെയ്തത്. ഏട്ടൻ ഓഫീസ് ടൂർ കഴിഞ്ഞു വന്നിട്ട് പറയാമെന്ന് കരുതിയ ഫോൺ വിളിച്ചപ്പോ ഒന്നും പറയാതിരുന്നത്. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? ശരണ്യയുടെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്തു പറ്റി വരുണേട്ടാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടനൊരു സന്തോഷവുമില്ലാത്തത്? വരുണിന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട അവൾക്ക് സങ്കടമായി. ഏയ് ഒന്നുമില്ലടി, നല്ല തലവേദന, ചിലപ്പോൾ യാത്ര ചെയ്തതിന്റെയാവും. നീ ഒരു കാപ്പി ഇട്ടതാ. ശരണ്യയുടെ കവിളിലൊന്ന് തട്ടിയിട്ട് വരുൺ ബെഡ്റൂമിലേക്ക് നടന്നു. വരുണിന് ഇതെന്തു പറ്റിയെന്ന് ശരണ്യക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ അവനു വേണ്ടി കാപ്പി എടുക്കാൻ കിച്ചണിലേക്ക് നടന്നു. ശരണ്യ 10ലും വരുൺ +2 പഠിക്കുമ്പോഴും തുടങ്ങിയ പ്രണയമായിരുന്നു. രണ്ടുപേരും അത് മുന്നോട്ട് കൊണ്ടുപോയി. പഠിത്തം കഴിഞ്ഞ് ശരണ്യക്ക് ബാങ്കിൽ ജോലി കിട്ടിയ ശേഷം വിവാഹം നോക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വരുണിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. വരുണിന് അപ്പോഴൊന്നും ജോലി ശരിയായിരുന്നില്ല. ആ കാരണം പറഞ്ഞ് വീട്ടുകാർ കടുംപിടുത്തം പിടിച്ചെങ്കിലും ശരണ്യയും വരുണും ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു. ഒടുവിൽ 2 വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി വരുൺ ശരണ്യയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതും വരുണിന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി കിട്ടി. ശരണ്യയും അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു. വരുണിന്റെ കൂടെ പോയി. അവിടെ ഒരു ഫ്ളാറ്റിലാണ് ഇപ്പോൾ താമസം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഓഫീസ് ടൂർ പോയ വരുൺ ഇന്നാണ് എത്തിയത്. കുളിച്ചു വന്ന വരുണിനെ കയ്യിലെ പ്രഗ്നൻസി റിപ്പോർട്ടുമായാണ് ശരണ്യ കാത്തുനിന്നത്. റൂമിലെത്തിയ വരുണിന്റെ നോട്ടം കയ്യിലെ പേപ്പറിലേക്കായിരുന്നു. ഒരച്ഛനാവാൻ പോകുന്നതിന്റെ സന്തോഷത്തെക്കാൾ ഉപരിയായി തന്റെ കൂട്ടുകാരുടെ കളിയാക്കലുകളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു വരുണിന്റെ മനസ്സിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കൂടെ ജോലി ചെയ്യുന്ന ശ്രീകാന്തിന്റെ വൈഫ് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ താനും കൂടെ ചേർന്നായിരുന്നു അവനെ കളിയാക്കിയത്. അതും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിരുന്നു. ശരണ്യയുടെയും തന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം ആവുന്നതേ ഉള്ളൂ. ഇതെങ്ങാനും അവരറിഞ്ഞാൽ പിന്നെ തന്റെ കാര്യം എല്ലാവരും കൂടെ ചേർന്ന് ഓഫീസിൽ തല ഉയർത്തി നടക്കാൻ സമ്മതിക്കാതാക്കും. വരുണിന്റെ മനസ്സിൽ 1000 ചിന്തകളുണ്ടായി. ശരണ്യ കാപ്പിയുമായി വരുമ്പോൾ ബെഡിൽ തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്ന വരുണിനെയായിരുന്നു കണ്ടത്. അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു. മഗ് ടേബിളിന് പുറത്തു വെച്ച് അവൾ അവന്റെ അടുത്തിരുന്നു. തലവേദന കുറവില്ലേ വരുണേട്ടാ? ഞാൻ വിക്സ് പുരട്ടിത്തരട്ടെ? എഴുന്നേൽക്കാൻ പോയ ശരണ്യയുടെ കയ്യിൽ വരുൺ പിടുത്തമിട്ടു. ശരണ്യെ, എന്താ വരുണേട്ടാ? മോളെ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. നമുക്ക് ഈ കുഞ്ഞിനെ വേണോ? എന്ത്? എന്താ പറഞ്ഞേട്ടൻ ചോദിച്ചത്? വരുൺ പറഞ്ഞത് കേട്ട് ശരണ്യ ഒന്ന് ഞെട്ടിയെങ്കിലും താൻ കേട്ടത് തെറ്റിയതാവും എന്ന് കരുതി ഒന്നുകൂടെ ചോദിച്ചു. നമുക്ക് ഈ കുഞ്ഞ് വേണ്ടടാ. നമുക്ക് അബോർട്ട് ചെയ്യാം. വരുണേട്ടാ. ശരണ്യയുടെ സ്വരം ഉയർന്നു. വേണ്ട കേട്ടോ വരുണേട്ടാ. തമാശക്കാണെങ്കിൽ വേറെ എന്തൊക്കെയുണ്ട് പറയാൻ? തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ്. വരുണേട്ടാ, നമ്മുടെ കുഞ്ഞ്, അതിനെ കൊല്ലാനോ? ശരണ്യയുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. ശരണ്യെ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം ആവുന്നതല്ലേ ഉള്ളൂ. നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് ഒരു കുഞ്ഞു വരിക എന്നൊക്കെ പറഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്വമാവും. ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. നമ്മുടെ 2 പേരുടെയും ശമ്പളം കൂട്ടിയാലും അത് ഈ ഫ്ളാറ്റിന്റെ വാടകയ്ക്കും നമ്മുടെ ചിലവിനും മറ്റുമേ തികയൂ. ഒരു 2-3 വർഷം കഴിയട്ടെ, അപ്പോൾ എല്ലാം ഒന്ന് സെറ്റിലാവും. അതിനുശേഷം കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ പോരെ മോളെ? എങ്ങനെ തോന്നുന്നു വരുണേട്ട ഇത്ര സിമ്പിളായി ഇതൊക്കെ പറയാൻ? വരുണേട്ടന്റെ ചോരയല്ലേ, അതിനെ കൊല്ലാൻ പറയാൻ ഏട്ടൻ എങ്ങനെ തോന്നുന്നു? ശരണ്യ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ശരണ്യെ, നീ ഇങ്ങനെ കരയാൻ മാത്രമൊന്നുമില്ല. ഈ കുഞ്ഞു പോയാൽ എന്താ, നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. എത്ര എളുപ്പത്തിലാ വരുണേട്ട ഇത് പറയുന്നത്. എന്റെ കുഞ്ഞിനെ. ശരണ്യ തന്റെ വയറിൽ കൈ ചേർത്ത് വെച്ച് കരഞ്ഞു. നീ ഇങ്ങനെ ഇമോഷൻ ആവുന്നത് എന്തിനാ? 2-3 മാസം വളർച്ചയുള്ള ഒരു മാംസ കഷ്ണം, അതിനെ എടുത്തു കളയുന്നു. അങ്ങനെ കണ്ടാൽ മതി. ആണോ വരുണേട്ടാ? അങ്ങനെ വെറും ഒരു മാംസ കഷ്ണം മാത്രമാണോ? പറയാൻ. ശരണ്യ വരുണിന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞു. ശരണ്യ വിട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതിൽ ഒരു മാറ്റവും ഉണ്ടാവാനും പോകുന്നില്ല. പറഞ്ഞതനുസരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നീ എന്നോട് സംസാരിച്ചാൽ മതി. ശരണ്യയുടെ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് വരുൺ പറഞ്ഞു. പിന്നെ ഈ വിവരമെല്ലാം വീട്ടിലേക്ക് വിളിച്ചു പറയാനാണ് ഭാവമെങ്കിൽ നിനക്ക് എന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും.
റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനിടെ വരുൺ തിരിഞ്ഞു നിന്ന് ശരണ്യയോടായി പറഞ്ഞു. വരുൺ പോയി കഴിഞ്ഞതും ശരണ്യ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു തളർന്ന് അവൾ തറയിൽ കിടന്ന് മയങ്ങി. അവൾ കണ്ണു തുറന്നു നോക്കുന്നതും റൂമിൽ ഇരുട്ട് വരുന്നിരുന്നു. അവൾ പതിയെ നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. തല വെട്ടിപ്പൊളിയുന്നത് കാരണം വീഴാൻ പോയെങ്കിലും ഒരുവിധം ശരണ്യ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. ഹാളിൽ ലൈറ്റിട്ട് സമയം നോക്കിയപ്പോൾ 8 മണി കഴിഞ്ഞിരിക്കുന്നു. വരുണിനെ തിരിഞ്ഞെങ്കിലും അവിടെയൊന്നും അവനെ കണ്ടില്ല. അവൾ ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണിൽ അവൾ അറിയാതെ തന്നെ കണ്ണീര് സ്ഥാനം പിടിച്ചിരുന്നു. കുറെ നേരം കഴിഞ്ഞതും പുറത്തെ ഡോർ തുറന്ന് വരുൺ വന്നു. അവനെ കണ്ട് അവൾ എഴുന്നേറ്റ് നിന്നെങ്കിലും വരുൺ അവളെ ശ്രദ്ധിക്കാതെ അവരുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറി വാതിലടച്ചു. ശരണ്യ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ മറുപടി കൊടുത്തില്ല. 3-4 ദിവസം വരുൺ ശരണ്യെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അവളോടൊന്ന് മിണ്ടാനോ ഒന്ന് നോക്കാനോ പോലും അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങുന്ന വരുണിന് മുന്നിൽ ശരണ്യ വന്നു നിന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ പോകാൻ നോക്കിയെങ്കിലും ശരണ്യ അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വരുണേട്ടാ, ഇനിയും ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേടാ, പ്ലീസ്, അവൾ അവനോട് ദയനീയമായി പറഞ്ഞു. വരുൺ അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവളുടെ കൈ വിടുവിക്കാൻ നോക്കി. എനിക്ക് സമ്മതമാണ്. ശരണ്യ പറഞ്ഞത് കേട്ട് വരുൺ അവളെ ഒന്ന് നോക്കി. നീ പറഞ്ഞതുപോലെ അബോർഷൻ എനിക്ക് സമ്മതമാണ് വരുണേട്ടാ. ഇനിയെങ്കിലും ഒന്ന് മിണ്ടു വരുണേട്ടാ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വരുൺ ഒന്ന് പുഞ്ചിരിച്ചു. അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോഴേക്ക് നീ റെഡിയായി നിന്നു. അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി വരുൺ ഓഫീസിലേക്ക് ഇറങ്ങി. വരുൺ പോയതും ശരണ്യ വാതിലടച്ച് ചുമരിലേക്ക് ചാരി നിന്നു. കുഞ്ഞാ, അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടാ. പക്ഷേ അതിലും ഇഷ്ടമാണ് അമ്മയ്ക്ക് അച്ഛനെ, അവൾ വയറിൽ കൈവച്ച് പറഞ്ഞു. വരുൺ ഓഫീസ് കഴിഞ്ഞ് വന്നതും ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറിനോട് പറഞ്ഞതും അവർ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. 2 ദിവസം കഴിഞ്ഞ് വരാനായിരുന്നു ഡോക്ടർ പറഞ്ഞത്. 2 ദിവസത്തിന് ശേഷം ഗൈനക്കോളജിസ്റ്റിന്റെ ക്യാബിന് മുന്നിൽ ഇരിക്കുമ്പോൾ ശരണ്യയുടെ മനസ്സാകെ മരവിച്ചിരുന്നു. വരുൺ അവളുടെ കൈകൾ കോർത്തു പിടിച്ച് തലോടുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും അറിയാതെ മറ്റേതോ ലോകത്തെന്ന പോലെയായിരുന്നു ഇരുന്നത്. ശരണ്യയുടെ പേര് വിളിച്ചപ്പോൾ വരുണിനെ നിർവികാരതയോടെ ഒന്ന് നോക്കി അവൾ ഉള്ളിലേക്ക് നടന്നു. ഡോക്ടറുടെ റൂമിലെ ബെഡിൽ കിടന്നപ്പോൾ തങ്ങളില്ലാതെയാക്കാൻ പോകുന്ന കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുകയായിരുന്നു അവൾ. അവൾ ഉള്ളിൽ കയറിയത് മുതൽ വരുൺ ആകെ അസ്വസ്ഥനായിരുന്നു. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കൽ പോലും അവൻ ശ്രമിച്ചില്ല. സമയം കടന്നുപോയി. പെട്ടെന്നാണ് അറ്റൻഡർ ഒരു സ്ട്രെച്ചർ കൊണ്ട് ക്യാബിനിലേക്ക് കയറിയത്. തിരിച്ചിറങ്ങിയപ്പോൾ ശരണ്യ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ശരണ്യയുമായി അവർ ICUവിലേക്ക് പോയി. പിറകെ ഡോക്ടറും. വരുണിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അവനും അവർക്ക് പിന്നാലെ ഓടി. അവൻ അവിടെ എത്തിയപ്പോഴേക്കും ശരണ്യ ICUവിനുള്ളിലേക്ക് കടത്തിയിരുന്നു. അവൻ ഡോക്ടറെ വിളിച്ചെങ്കിലും അവർ അവന് മറുപടി കൊടുക്കാതെ പോയി. വരുണിന് അരുതാത്തതെന്തോ നടക്കാൻ പോകുന്നത് പോലെ തോന്നി. അവന്റെ മനസ്സിൽ ശരണ്യയ്ക്ക് ഒരു ആപത്തും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ പ്രാണനു വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ICUവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ശരണ്യ എന്താ അവൾക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അബോർഷൻ കഴിഞ്ഞ് ബ്ലഡിൽ ഇൻഫെക്ഷനായി. ഞങ്ങൾ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ആം സോറി വരുൺ. അവരുടെ വാക്കുകൾ വരുണിന് കൂരമ്പ് പോലെ തന്റെ ഉള്ളിൽ തറയ്ക്കുന്നതായി തോന്നി. പിന്നീട് അവർ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. തന്റെ ശരീരത്തിലാകെ തളർച്ച ബാധിച്ചതുപോലെ അവന്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു, ആരെയും നോക്കാതെ, ചുറ്റിലും നടക്കുന്നതൊന്നും അറിയാതെ. ശരണ്യയും അവളോടൊത്തുള്ള നിമിഷങ്ങളും മാത്രമായിരുന്നു അവന്റെ മുന്നിൽ തെളിഞ്ഞു നിന്നത്. അവൻ നടന്ന് ഹോസ്പിറ്റലിന് പുറത്തെത്തി. ഇരുണ്ട ആകാശം പേമാരിയായി പെയ്തു. അവൻ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നു. ആ മഴയെ സ്വീകരിക്കാനെന്ന വണ്ണം ശരണ്യെ ശരണ്യെ പതിയെ പതിയെ അതൊരു അലറിക്കരച്ചിലായി മാറി. അവൻ കരഞ്ഞു, ഉറക്കെ ഉറക്കെ. തന്റെ ഹൃദയം പൊട്ടുന്നത്ര ഉറക്കെ അവൻ കരഞ്ഞു. പിന്നെ അത് ചിരിയായി മാറി, പൊട്ടിച്ചിരി. ആർത്തലച്ചു പെയ്യുന്ന മഴയിലേക്ക് അത് അലിഞ്ഞലിഞ്ഞു ചേർന്നു. കാലങ്ങൾക്കിപ്പുറം മാനസാരോഗ്യ കേന്ദ്രത്തിലെ ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ വരുൺ അവന്റെ മാത്രം ലോകത്ത് തന്റെ ശരണ്യയ്ക്കും കുഞ്ഞിനുമൊപ്പം ഇപ്പോഴും ജീവിക്കുന്നു.